മക്കളെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിലെ ഒന്നാമത്തെ പാഠം മാത്സിനകത്തുള്ള ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് ആൻഡ് അതിനകത്തുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ് ഹൗ ടു ഫൈൻഡ് LCM ആൻഡ് HCF. ബോർഡ് എക്സാമിന് നിരന്തരമായിട്ട് ഒരു ക്വസ്റ്റ്യന്റെ ഈ കാണുന്ന ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. സോ എല്ലാ മക്കളും ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കണ്ടുകൊണ്ട് ഏറ്റവും ഗംഭീരം മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മൾ HCF കണ്ടുപിടിക്കുക, എങ്ങനെയാണ് നമ്മൾ LCM കണ്ടുപിടിക്കുക. ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, വേറൊന്നുമല്ല, ഹൂ ഇസ് HCF ആൻഡ് ഹൂ ഇസ് LCM. ആരാണ് HCF ആൻഡ് ആരാണ് LCM? അതാണ് ഏറ്റവും ബേസിക് ആയ ക്വസ്റ്റ്യൻ. മക്കളെ നമുക്ക് ആദ്യം പഠിക്കാം HCF. എനിക്കറിയാം HCF എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയും ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എനിക്ക് ഉറപ്പാണ് എല്ലാവരും പറയും. ഇത് വാക്കറിയാം, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താണ് ഇതിന്റെ റൈറ്റ് മീനിങ് എന്ന് ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് കാണിച്ചു തരാം എന്താണ് HCFന്റെ റൈറ്റ് മീനിങ് എന്ന്. അതിനുവേണ്ടി ഗൈസ് ഞാൻ ചോദിച്ചാൽ വേണ്ടി പോകുന്ന രണ്ട് നമ്പേഴ്സ് ഇറ്റ്സ് നത്തിങ് ബട്ട് 8 and 18. 8 and 16 എടുക്കാം. That's better. 8 and 16. I am going to choose two numbers 8 and 16. നമ്മൾ ഉദ്ദേശിക്കുന്നത് HCF ഹൈയസ്റ്റ് കോമൺ ഫാക്ടേഴ്സുകൾ വേണം. നമ്മൾ നേരത്തെ തന്നെ രണ്ടിന്റെയും ഫാക്ടേഴ്സുകൾ എഴുതാൻ വേണ്ടി പോകുന്നു ഗൈസ്. 8ന്റെ ഫാക്ടർ ആൻഡ് 16ന്റെ ഫാക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇപ്പോൾ പറയുന്നത് HCFന്റെ കോൺസെപ്റ്റ് ആണ്. നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി വേറെ മെത്തേഡ് ഉണ്ട്. ആ കാണുന്ന മെത്തേഡിൽ ഈസി ആയിട്ട് HCF മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ കോൺസെപ്റ്റ് എല്ലാവർക്കും നിർബന്ധമായിട്ടും മനസ്സിലായിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇത് കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നത്. ഫാക്ടേഴ്സ് വേണം. 8ന്റെ ഫാക്ടേഴ്സ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇറ്റ്സ് നത്തിങ് ബട്ട് പ്ലസ് 1 ഫാക്ടർ ആണ്. 1 മാത്രമല്ല നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 ഫാക്ടർ ആണ്, 4 ഫാക്ടർ ആണ് ആൻഡ് 8 ഫാക്ടർ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വേറൊന്നുമല്ല, എന്താണ് ഫാക്ടർ? മക്കളെ ഫാക്ടർ എന്ന് പറഞ്ഞത്ര മാത്രമാണ് ഒരു നമ്പറിനെ എനിക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന നമ്പേഴ്സ്, അതിനെ ഫാക്ടർ എന്ന് വിളിക്കാം. കറക്റ്റ് ഡിവിഷൻ മീൻസ് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരിക. ഞാൻ 8നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹോപ്പ് യു നോ ദി റിമൈൻഡർ 0 which means 1 is a factor. ഞാൻ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദി റിമൈൻഡർ 0 which means 2 is a factor. ഞാൻ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹോപ്പ് യു നോ ദി റിമൈൻഡർ is not a 0, റിമൈൻഡർ is 2. റിമൈൻഡർ 0 അല്ലെങ്കിൽ അത് ഫാക്ടർ അല്ല, അതുകൊണ്ട് 3 ഫാക്ടർ അല്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്, 4 ഫാക്ടർ ആണ്, പിന്നെ വരുന്നത് 8 മാത്രമാണ്. ഇതാണ് മക്കൾ ഇവന്റെ ഫാക്ടേഴ്സ്. സിമിലർലി ഞാൻ 16ന്റെ ഫാക്ടേഴ്സ് നോക്കി. 16ന്റെ ഫാക്ടേഴ്സ് എല്ലാവർക്കും അറിയാമായിരിക്കും. 1 ഫാക്ടർ ആണ്, 2 ഫാക്ടർ ആണ്, 4 ഫാക്ടർ ആണ്, 8 ഫാക്ടർ ആണ്, 16 ഫാക്ടർ ആണ്. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട 16ന്റെ ഫാക്ടേഴ്സ്. നമ്മൾക്ക് ഫാക്ടേഴ്സ് മാത്രം പോരാ, ഫാക്ടേഴ്സിനകത്ത് കോമൺ ആയ ആൾക്കാരെ വേണം. നിങ്ങളുടെ ഈ പറയുന്ന 8ന്റെയും 16ന്റെയും HCF കാണുമ്പോൾ രണ്ടിന്റെയും കോമൺ ഫാക്ടേഴ്സ് നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യുക. കോമൺ ഫാക്ടേഴ്സ് ഹോപ്പ് യു നോ 2 കോമൺ ഫാക്ടർ ആണ്, 4 കോമൺ ആണ്, 8 കോമൺ ആണ്. ഇങ്ങനെ 3 ഫാക്ടേഴ്സുകൾ കോമൺ ആണ്. നമുക്ക് കോമൺ ഫാക്ടർ മാത്രം മതിയോ? പോരാ. ഫാക്ടേഴ്സുകളിൽ കോമൺ ആയിട്ട് നിൽക്കുന്നവന്റെ ഹൈയസ്റ്റ് പേഴ്സൺ. അപ്പൊ ചോദിക്കും അശാൻ 1 കോമൺ അല്ലേ? 1 കോമൺ ആണ്, 1 കോമൺ ആണ് കേട്ടോ. ഓക്കെ, സോ ഫാക്ടേഴ്സുകളിൽ കോമൺ ആയിട്ട് നിൽക്കുന്നതിന്റെ ഹൈയസ്റ്റ് പേഴ്സൺ, ഫാക്ടേഴ്സുകളിൽ കോമൺ ആയതിന്റെ ഹൈയസ്റ്റ് പേഴ്സൺ നിങ്ങൾ പറയൂ. കോമൺ 1 കോമൺ, 2 കോമൺ, 4 കോമൺ, 8 കോമൺ. ആരാ ഹൈയസ്റ്റ്? ഇറ്റ്സ് 8 which means HCF is nothing but class. hope you know അത് 8 ആണ്. HCF is 8. ഞാൻ വേറെ നമ്പേഴ്സിലേക്ക് പോകുന്നു ഗൈസ്, പെട്ടെന്ന് പറയണം. 10ഉം അതുപോലെ 15ഉം, 10ന്റെയും 15ന്റെയും ഫാക്ടേഴ്സ് എല്ലാവരും എഴുതുക. 10ന്റെ ഫാക്ടർ എല്ലാവർക്കും അറിയാമായിരിക്കും. 1 ഫാക്ടർ ആണ്, 2 ഫാക്ടർ ആണ്, 5 ഫാക്ടർ ആണ്, 10 ഫാക്ടർ ആണ്. കഴിഞ്ഞു. സിമിലർലി 15ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 ഫാക്ടർ ആണ്, 2 ഫാക്ടർ അല്ല, ഓട്ട് നമ്പർ ആണ്, അതുകൊണ്ട് 2 ഫാക്ടർ അല്ല കേട്ടോ. 3 ഫാക്ടർ ആണ്, 5 ഫാക്ടർ ആണ്, പിന്നെ 15 ഫാക്ടർ ആണ്. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട 15 ഫാക്ടേഴ്സ്. 2 പാരനും ഫാക്ടേഴ്സ് ആണ് എഴുതി. ഇതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് മാത്രം നോക്കുക. രണ്ടിനും കോമൺ ആയ ഫാക്ടർ മക്കളെ 1 കോമൺ ആണ്. സിമിലർലി 6 കോമൺ ആ. നമ്മൾക്കറിയാം ഇതിനകത്തുള്ള 5ഉം കൂടി കോമൺ ആണ്. 1ഉം 5ഉം കോമൺ. നമ്മൾക്ക് കോമൺ ആയ ഫാക്ടേഴ്സ് മാത്രം പോരാ, കോമൺ ആയ ഫാക്ടേഴ്സിൽ കോമൺ ആയതിലെ ഹൈയസ്റ്റ് പേഴ്സൺ നിങ്ങൾ പറയൂ. ഇതിനകത്ത് ആരാ ഹൈയസ്റ്റ്? 1 ആണോ 5 ആണോ ഹൈയസ്റ്റ്? ഹൈയസ്റ്റ് is 5 which implies HCF of 10,15 is 5. HCF 5 ആണ്. എന്തുകൊണ്ടാ? കോമൺ ഫാക്ടേഴ്സിൽ വലുത് അത് 5 ആണ്, അതുകൊണ്ട് HCF is 5. ഇതാണ് മക്കളെ HCFന്റെ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് LCMന്റെ കോൺസെപ്റ്റ് ആണ്. LCM ഹോപ്പ് യു നോ ഭയങ്കര ഈസിയാണ്. ബേസിക്കലി കോൺസെപ്റ്റ് ഓഫ് LCM.
C and M. Full form least common multiple. ഇതാണ് നമ്മുടെ എൽ സി എത്തിൻ്റെയും എച്ച് സി എത്തിൻ്റെയും ഫുൾ ഫോമുകൾ. എൽ സി എം വരുമ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. എന്താ മീൻ ചെയ്യുന്നത്? മൾട്ടിപ്പിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾസിനകത്ത് കോമൺ ആയിട്ട് നിൽക്കുന്ന ദി ലീസ്റ്റ് പേഴ്സൺ, ഏറ്റവും ചെറിയ ആൾ. ഞാൻ നേരത്തെ തന്നെ എഴുതാൻ മക്കളെ 3ൻ്റെയും അതേപോലെ 4ൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദി എൽ സി എം ഓഫ് 3 and 4. ഇപ്പം എന്ത് ചെയ്തു? ഞാൻ 2ൻ്റെയും ടേബിൾ എഴുതി. 3 ടേബിൾ അറിയാമായിരിക്കും. 3, 6, 9, 12, 15, 18, 21, 24, 27, 30 എക്സെട്ര. 4 എഴുതുമ്പോൾ നമുക്ക് അറിയാമായിരിക്കും. 4, 8, 12, 16, 20, 24, 28 എക്സെട്ര. കണ്ടോ? നമ്മൾക്ക് ആവശ്യം മൾട്ടിപ്പിൾസിനകത്ത് കോമൺ ആയ ആൾക്കാർ. കോമൺ ആശാൻ കോമൺ വേണം. കോമൺ ആരാ കോമൺ? നിങ്ങൾക്കറിയാം 2ൽ നോക്കുമ്പോൾ മക്കളെ 12 കോമൺ ആണ്. 12 മാത്രമല്ല 24 കോമൺ ആണ്. ഇനി 24 മാത്രമല്ല 36 കോമൺ ആയിരിക്കും. 48 കോമൺ ആയിരിക്കും. അങ്ങനെ കോമൺ ആയി നമുക്ക് ഒരുപാട് പേരുണ്ട്. ഈ കാണുന്ന എല്ലാ കോമണയും അല്ല വേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മൾട്ടിപ്പിൾസിനകത്ത് കോമൺ ആയിട്ട് ഉള്ളതിലെ ദി ലീസ്റ്റ് പേഴ്സൺ, ഏറ്റവും ചെറിയ ആൾ, ഏറ്റവും ചെറുതാ വേണ്ടത്. 24 ആണോ ചെറുത്? അല്ല. ഏറ്റവും ചെറുത് ആരാ? 12. അതായത് എൽ സി എം ഓഫ് 3 and 4 it's 12. It's nothing but guys, it's 12. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എൽ സി എഫിന്റെയും എച്ച് സി എഫിന്റെയും കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇത് മൾട്ടിപ്പിൾസിനകത്ത് കോമൺ ആയതിൽ ലീസ്റ്റ് പേഴ്സണും ഇത് ഫാക്ടേഴ്സിനകത്ത് കോമൺ ആയതിലെ ഹയസ്റ്റ് പേഴ്സണും. ഈ കാണുന്ന മീനിങ് മനസ്സിലായതിനു ശേഷം നമ്മൾ നേരെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 10th CBSE ബോർഡ് എക്സാമിന് ആവശ്യമുള്ള മെത്തേഡ്, ഹൗ ടു ഫൈൻഡ് എൽ സി എം ആൻഡ് എച്ച് സി എഫ്. ഞാൻ നേരത്തെ തന്നെ ആദ്യം 2 നമ്പേഴ്സ് മാത്രം എടുത്തുകൊണ്ട് ഈ 2 നമ്പേഴ്സിന്റെ എച്ച് സി എഫും എൽ സിയും പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നു. മെത്തേഡ് ഞാൻ ക്വസ്റ്റ്യനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. മക്കളെ, സൈലത്തിന്റെ അസ്ത്ര ബാച്ചിനകത്ത് ക്ലാസ്സിൽ ആരംഭിച്ചു കഴിഞ്ഞു. അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാകും. നിങ്ങൾ അതിനോട് ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോൺ നമ്പർ 9995400800 എന്നുള്ള ഫോൺ നമ്പറിൽ വിളിക്കുക. എത്ര വേഗം തന്നെ അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. ഏറ്റവും മുമ്പിനെ പഠിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്ലാസ്സിനകത്ത് NCERT ക്വസ്റ്റ്യൻസും PYQസും എല്ലാം തന്നെ ഡെലിവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അസ്ത്ര ബാച്ചിന് മൊത്തം 3 പ്ലാൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് വരുന്നത് അസ്ത്ര ബേസ് പ്ലാൻ ആൻഡ് ഇൻഫിനിറ്റി പ്രോ. ഇവിടെയാണ് മക്കളെ എല്ലാ ഫീച്ചേഴ്സും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്ന എല്ലാവരും ഒന്നുകിൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നു ദി കോൺസെപ്റ്റിന് ശേഷം ഹൗ ടു ഫൈൻഡ് LCM and HCF. LCM HCF എങ്ങനെ കണ്ടുപിടിക്കാം? ഗൈസിനോ ആവശ്യം ഫാക്ടറൈസേഷൻ ആണ്. ഇതൊരു NCERT ക്വസ്റ്റ്യൻ ആണ്. NCERT എക്സാമ്പിൾ നമ്പർ 2 നോർമൽ ശരിയാണെങ്കിൽ നമ്മൾ നേരെ 6ഉം ഉണ്ട് 20ഉം ഉണ്ട്. ആവശ്യം ഇത്ര മാത്രമാണ്. 6ന്റെയും 20യുടെയും ഫാക്ടറൈസേഷൻ എല്ലാവരും എഴുതുക. 6ന്റെ ഫാക്ടറൈസേഷൻ ഞാൻ 6നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 കഴിഞ്ഞു, which means 2 into 3. സിമിലർലി 20നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 20, 2 10 times, 2 5 times കഴിഞ്ഞു. അഥവാ 2 square into 5. നമ്മൾക്ക് ആവശ്യം HCF ആണ്. HCFന് വേണ്ടി എൻ്റെ മക്കൾ ചെയ്യേണ്ടത് മാത്രമാണ്. നിങ്ങൾ ഇതിനകത്ത് കോമൺ ആയ ആൾക്കാരെ മാത്രം നോക്കുക. കോമൺ ആരാണ്? കോമൺ മനസ്സിലായ മക്കളെ, അത് 2 ആണ് കോമൺ. വേറെ ആരും കോമൺ ഇല്ല. ആ കാണുന്ന കോമൺ ആളെ മാത്രം നോക്കുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. കോമൺ 2 ആണെന്ന് മനസ്സിലായി. ഇനി കോമണിന്റെ പവേഴ്സ് നോക്കാം. 2 raised to 1, 2 square. ആരാ ചെറുത്? 2 raised to 1 ആണോ 2 square ആണോ ചെറുത്? ദി ലീസ്റ്റ് പേഴ്സൺ എഴുതുക, ചെറിയ ആൾ എഴുതുക. 2 raised to 1 ആണോ 2 square ആണോ ചെറുത്? നമുക്കറിയാം 2 raised to 1 ആണ് ചെറുത്, അഥവാ 2 ആണ് ചെറുത്. കഴിഞ്ഞു. ഇതാണ് മക്കളെ ഇവന്റെ HCF. അപ്പൊ കോമൺ ആയതിലെ ലീസ്റ്റ് ആളെടുക്കുക. കോമൺ ആയതിന്റെ ലീസ്റ്റ് പേഴ്സണുകൾ ട്രീറ്റ് ചെയ്യുക. അതാണ് HCF. നമുക്ക് നേരെ ചെയ്യാം. ഒന്നും കൂടി നോക്കി എല്ലാവരും. ഇതിന്റെ LCM ഉണ്ട്. ഈ കാണുന്ന LCM മുമ്പായിട്ട് ഞാൻ നേരത്തെ ഇവന്റെയും കൂടി കാണിച്ചിട്ട് ഇവന്റെയും കൂടി HCF കാണിച്ചതിന് ശേഷം നമുക്ക് ഇവന്റെ LCMത്തിൽ നീങ്ങാം കേട്ടോ. അപ്പൊ നോക്കേട്ടാ, ഇപ്പൊ 96 ഉണ്ട്, 120 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? 96നെയും 120നെയും ഫാക്ടറൈസ് ചെയ്യുക. 96ന്റെ ഫാക്ടറൈസേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും. 2 times 48 എന്ന് കിട്ടി. വീണ്ടും 2 times 24 എന്ന് കിട്ടി. 2 times 12 എന്ന് കിട്ടി. 2 times 6 എന്ന് കിട്ടി. 2 times 3 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട
96. എത്ര 2 ഉണ്ടാ? 1 2 3 4 5. 2⁵ into 3. Similarly 120 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 പോവും, 60 times വീണ്ടും 2 പോവും, 30 times വീണ്ടും 2 പോവും, 15 times 3 പോവും, 5 times. എത്ര കിട്ടും? 2 into 2 into 2, 2 cube into 3 into 5. ആവശ്യം HCF ആണ്. HCF എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കോമൺ ആയതിന്റെ ലീസ്റ്റ് പവർ. സോ കോമൺ 2 കോമൺ ആണ്. 2 മാത്രമല്ല അശാൻ 3യും കോമൺ ആണ് അല്ലേ? കോമൺ ആയതിനെ ലീസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ 2⁵ ഉണ്ട്, ഇവിടെ 2 ക്യൂബ് ഉണ്ട്. ആരാ ചെറുത്, ആരാ ലീസ്റ്റ്? 2 ക്യൂബ് ആണ്, 2⁵ ആണ്. ഹോപ്പ് യു നോ 2 ക്യൂബ് ഇസ് ദ ലീസ്റ്റ് പേഴ്സൺ. സോ 2 ക്യൂബ് എഴുതുക. 2 ക്യൂബ് ഇൻറ്റു കഴിഞ്ഞില്ല, കാരണം ഇവിടെ 2 മാത്രമല്ല 3യും കൂടി കോമൺ ആണ്. അവനും കൂടി എഴുതി വെക്കാം മക്കളെ. അതിന്റെ ലീസ്റ്റ് പവർ ഓൾറെഡി 3⁵1 ആണ് രണ്ടിലും വരുന്നത്. അതുകൊണ്ട് 3⁵1 അഥവാ 3. ഇറ്റ് സെയിം ആസ് 8 into 3 ഇറ്റ് ഇസ് 24. ഇങ്ങനെയാണ് നമ്മൾ HCF കാണുക. സോ HCF ഓഫ് 96 and 120 ഇറ്റ്സ് നത്തിങ് ബട്ട് 24 ആണെന്ന് എല്ലാ മക്കൾക്കും ഏറ്റവും കൂടുതൽ മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ തന്നെ ഇനി ഇവന്റെ LCMലേക്ക് പോകുന്നു. LCM ഓഫ് ദീസ് ടു നമ്പേഴ്സ്. എങ്ങനെയാണ് നമ്മൾ ഇവന്റെ LCM കണ്ടുപിടിക്കുക? അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് ഇവനെ ചെയ്യുന്നു. LCM പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടിലും കോമൺ ആയതിന്റെ ഹൈയസ്റ്റ് പവർ. എങ്ങനെ? നമ്മൾ കോമൺ നോക്കണം. ആൻഡ് ദെൻ ഗൈസ് നിങ്ങൾ മനസ്സിലാക്കണം, കോമണിന്റെ ഹയസ്റ്റ് പവർ വേണം എല്ലാ മക്കളും ഇവിടെ എഴുതാനായിട്ട്. കോമണിന്റെ ഹയസ്റ്റ് പവർ. അപ്പോൾ ആരാ കോമൺ നോക്കുമ്പോൾ രണ്ടിലും 2 കോമണാ. 2 ഉണ്ട്, 2² ഉണ്ട്. കോമണിന്റെ ഹയസ്റ്റ് 2 ആണോ 2² ആണോ വലുത്? 2². അത് എഴുതി. അതുമാത്രം പോരാ, ഇനി കോമൺ അല്ലാത്ത എല്ലാവരും എഴുതുക. കോമൺ അല്ലാത്ത ആരൊക്കെയുണ്ടോ അവരെല്ലാവരും എഴുതുക. കോമൺ അല്ലാത്തവൻ നിങ്ങൾക്കറിയാം. ഇവിടെ ഇതാടാ 3 കോമൺ അല്ല, 5 കോമൺ അല്ല. അവന്മാരെ എഴുതുക 3 into 5. ഇതാണ് ഇവന്റെ LCM. സോ 2² 4, 4 into 3 into 5 അഥവാ 4 into 15. 4 into 15 it is same as 60. That's all. Moving on to the next one. ശ്രദ്ധിക്കലാവരും. ഇതിന്റെ LCM ആണ് വേണ്ടത്. ഇവന്റെ LCM എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് മറക്കരുത്. കോമൺ എടുക്കുക. കോമണിന്റെ ഹയസ്റ്റ് പവർ 2⁵5 2 ക്യൂബും. ആരാ ഹയസ്റ്റ്? 2⁵5. അത് എഴുതി. ഇൻറ്റു 3 കോമൺ ആണ്. ആരാ ഹയസ്റ്റ്? 3 തന്നെ എഴുതി. കഴിഞ്ഞില്ല. ഇനി കോമൺ അല്ലാത്ത ഒരുത്തനുണ്ടല്ലോ. കോമൺ അല്ലാത്ത എല്ലാവരും എഴുതണം. ഇവിടെ 5 കോമൺ അല്ല, അതുകൊണ്ട് 5നും കൂടി എഴുതി. സോ 2⁵5 into 3 into 5. 2⁵5 it's 32. 32 into 5. Hope you know it's same as 160. 160 into 3 it's 480. Okay, ഞാൻ ഫുള്ളി ചെയ്ത് മൈൻഡിലാണ്, മനസ്സിലായി കാണും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്താം കേട്ടോ. മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം 32 into 10 it's 320 divided by 2 it's 160. അതാണ് 32 into 5 കേട്ടോ. 160 ആണ്. 160 into 3 it's 480. 16 3s are 48. സോ ഞാനത് കഴിഞ്ഞു. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ഇതാണ് മക്കളെ ഇവിടുത്തെ അടുത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനെ തരും. ഇവന്റെ LCM ആണ് ചോദ്യം. അപ്പോൾ M എന്ന് പറഞ്ഞിട്ടുണ്ട്. M is same as P⁵5 into Q². N is same as P³ into Q⁴. ആവശ്യം LCM ആണ്. LCM എന്ന് പറയുമ്പോൾ കോമൺ ആയതിലെ ഹയസ്റ്റ് പേഴ്സൺ. രണ്ടിലും കോമൺ P കോമൺ ആണ്, രണ്ടിലും കോമൺ Q കോമൺ ആണ്. ഇതിലെ ഹയസ്റ്റ് പേഴ്സൺ ആരാ? P⁵5 ആണോ P³ ആണോ ഹയസ്റ്റ്? അത് P⁵5 ആണ്. ഞാൻ എഴുതി P⁵5 into Q² ആണ് Q⁴ ആണ് ഹയസ്റ്റ്? Q⁴. സോ P⁵5 into Q⁴. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് മക്കളെ, ഓപ്ഷൻ C. അതാണ് ഇവന്റെ LCM. ഫൈൻഡ് LCM ഓഫ് MN. അതായിരുന്നു ചോദ്യം. നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് LCM കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ LCMഉം ഇങ്ങനെയാണ് നമ്മൾ HF കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരെ തന്നെ ഇനി പോകുന്നു 3 നമ്പേഴ്സ്. ഇത്ര നേരം നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, M ഉം N ഉം. അങ്ങനെയായിരുന്നു. ഇനി മാറി 3 നമ്പേഴ്സിന്റെ എങ്ങനെയാണ് നമ്മൾ LCMഉം 3 നമ്പേഴ്സിന്റെ എങ്ങനെയാണ് നമ്മൾ HCFഉം കണ്ടുപിടിക്കാം.
നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ കാണാൻ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ തന്നെ CBSE ബോർഡ് PYQ ആണ്. CBSE ബോർഡ് PYQ ആണ്. ഇവൻ CBSE ബോർഡ് PYQ ആണ്. ഇവൻ NCERT ആണ്. അതായത് സൈലന്റ് ക്ലാസ്സിനകത്ത് നമുക്ക് ഇതുപോലെ തന്നെയാണ് NCERTയും PYQയും എല്ലാം തന്നെ ചെയ്തായിരിക്കും. 2026 CBSE ബോർഡ് എക്സാമിന്റെ PYQ ഉൾപ്പെടെ നമ്മൾ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്തായിരിക്കും കേട്ടോ. സോ നേരത്തെ ഇതിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താണ് 40 ഉണ്ട് 120 ഉണ്ട്. നമ്മൾ 120 110 360 3 പേരുണ്ട്. ഈ കാണുന്ന 3 പേരെ മക്കളെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യാം. 40 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 times it's 20, 2 times it's 10, 2 times it's 5. അഥവാ 2 cube into 5. ഇനി 110 ആകുമ്പോൾ ഹോപ്പ് 2 പോവും it's 5 വീണ്ടും 5 പോവും it's 11. 2 into 5 into 11. അവസാനമായിട്ട് 360. ഹോപ്പ് 360 2 പോവും 180, 2 പോവും 90, 2 പോവും 45. ഹോപ്പ് 45 3 പോവും എന്നറിയാം. it's 9 times. Oh no, it's 15 times guys, sorry. ഞാൻ പെട്ടെന്ന് 5 ആയിപ്പോയി. 15 times വീണ്ടും 3 പോവും it's 5 times. So 2 into 2 into 2, 2 cube into 3 square into 5. cube into 3 square into 5. ഞാൻ ഇവന്റെ HCFും ഞാൻ ഇവന്റെ LCMും നിങ്ങളെ കാണാൻ പഠിപ്പിക്കും. ആദ്യം HCF അതാണ് ചോദ്യം. HCF രണ്ടെണ്ണമാകുമ്പോൾ രണ്ടെണ്ണത്തിലെ കോമൺ ആയതിന്റെ ലിസ്റ്റ് ആണെങ്കിൽ മൂന്നെണ്ണമാകുമ്പോഴോ മൂന്നെണ്ണത്തിൽ കോമൺ ആയതിന്റെ ലിസ്റ്റ്. അപ്പൊ നിങ്ങൾ മൂന്നെണ്ണത്തിലും കോമൺ എഴുതാം. മൂന്നെണ്ണത്തിലും 2 മൂന്നെണ്ണത്തിലുമുണ്ട്. 2 മാത്രമല്ലടാ 5 മൂന്നെണ്ണത്തിലുമുണ്ട്. സോ മൂന്നെണ്ണത്തിലും കോമൺ ആയതിന്റെ ലീസ്റ്റ് പേഴ്സൺ 2 cube 2 cube. The least is 2. The least person is 2. Into അടുത്ത 5 into 5 into 5. Sorry, എല്ലാത്തിലും 5 തന്നെയാണ്. 5 raised to 1, 5 raised to 1, 5 raised to 1. So it is 2 into 5. The answer is 10. So HCF is 10. Option D ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇവന്റെ LCM കൂടി ഞാൻ കാണാൻ പഠിപ്പിക്കുന്നു. എന്താണ് ഇവന്റെ LCM? ഗൈസ് നിങ്ങൾ കോമൺ ആയതിന്റെ ഹയസ്റ്റ് പവർ എഴുതുക. The 2 cube മൂന്നെണ്ണത്തിൽ കോമൺ എടുത്തു. മൂന്നെണ്ണത്തിലും കോമൺ ആയതിന്റെ ഹയസ്റ്റ് പവർ 2 cube 2 cube. The highest power is 2 cube. ഇനി 5 കോമൺ ആണ്. 5 ഹയസ്റ്റ് പവർ is 5 itself. Into എന്താ ചെയ്യണ്ടേ? മൂന്നെണ്ണത്തിൽ കോമൺ നോക്കി. മൂന്നെണ്ണത്തിലെ കോമണിലെ ഹയസ്റ്റ് ആൾ എഴുതി. ഇനി നോക്കേണ്ടത് ഗൈസ് രണ്ടെണ്ണത്തിൽ ആരെങ്കിലും കോമൺ ഉണ്ടോ? രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ഹയസ്റ്റ് എഴുതുക. അവന്റെ ഹയസ്റ്റ് എല്ലാവരും എഴുതുക. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ രണ്ടെണ്ണത്തിൽ കോമൺ ആരുമില്ല. ഇനി രണ്ടെണ്ണത്തിൽ കോമൺ ഇല്ലാത്തതുകൊണ്ട് ബാക്കി എന്താ? ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ സിംഗിൾസിനെയും കൂടിയും എൻ്റെ എല്ലാ മക്കളും എഴുതുക. ഇവിടുത്തെ സിംഗിൾസ് മറ്റാരുമല്ല, അത് 11ഉം 3 സ്ക്വയറുമാണ്. അതും കൂടി എഴുതുക. into 11 into 3 square. സോ ഗൈസ് ഈ കാണുന്നവന്മാരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഇവന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഇത് നേരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും കൂടി ചെയ്യുന്നു. നോക്കൂ എല്ലാവരും ശ്രദ്ധിക്കണം. LCM ഓഫ് ABC എന്ന് പറഞ്ഞാൽ അത് 3780 ആണ്. അപ്പോൾ ABC LCM വേണം. A എന്ന് പറഞ്ഞാൽ 2 square into 3 raised to x. B എന്ന് പറഞ്ഞാൽ A കഴിഞ്ഞു. B 2 square into 3 into 5. ഇനി C എന്ന് പറഞ്ഞാൽ 2 square into 2 square into 3 into 7. 2 square into 3 into 7. ഗൈസ് എന്താണ് LCM? LCM കാണുന്നത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു മൂന്നെണ്ണത്തിലും കോമൺ ആയതിന്റെ ഹയസ്റ്റ് പവർ 2 കോമൺ ആണ്. മൂന്നെണ്ണത്തിൽ 2 മാത്രമല്ലടാ 3യും കോമൺ ആണ്. അവൻ ഹയസ്റ്റ് എഴുതുക. 2 square ഹയസ്റ്റ് ഇസ് 2 square. അത് എഴുതി. ഇനി 3 raised to x 3 ഇവിടെ 3 എഴുതി കഴിഞ്ഞാൽ ശരിയാവുക. കാരണം നമുക്കറിയില്ല ഇതിന്റെ ഹയസ്റ്റ് എന്തായിരിക്കും. ചിലപ്പോൾ 3 raised to x 1 മേലെയാണെങ്കിൽ എന്തായാലും അവനായിരിക്കും ഹയസ്റ്റ്. സംശയമില്ല. എക്സ് എന്തായാലും മിനിമം 1 ആയിരിക്കുമല്ലോ. മിനിമം 1 ആയിരിക്കും. 1 ആണെങ്കിൽ കുഴപ്പമില്ല. അത് ഇവൻ തന്നെയാണ്, സെയിം ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വേരിയബിൾ ഉണ്ടെങ്കിൽ ആ കാണുന്ന വേരിയബിൾ ഉള്ളവനെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ എന്തായാലും ഉറപ്പാണ് ഈ കാണുന്ന എക്സിന്റെ വാല്യൂ 1 1 മേലെയാണ്. അതുകൊണ്ട് 2 ആണെങ്കിൽ 3 ആണെങ്കിൽ 4 ആണെങ്കിൽ
ഇവനാണ് വരിക. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവൻ എഴുതുന്നത്. ഈ 1 ആണെങ്കിലും കുഴപ്പമില്ല, ഇവൻ തന്നെയാണ് ആൻസർ വരിക. ഇൻറ്റു ബാക്കി എന്തുണ്ടാ 5 ഉണ്ട് 7 ഉണ്ട്. ബാക്കിയുള്ളവന്മാരും എഴുതി 5 × 7. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട 3780. കിട്ടിയോ? Which means guys, ഞാൻ എൻ്റെ നേരെ എഴുതി 3x മാത്രം ലെഫ്റ്റിൽ എഴുതി ഈക്വൽ ടു 3780 ഡിവൈഡഡ് ബൈ ഈ കാണുന്ന 2 സ്ക്വയറിനെയും ഈ കാണുന്ന 5 × 7നെയും ഒക്കെ ഞാൻ താഴെ കൊണ്ടുപോകുന്നു കേട്ടോ. സോ 2 സ്ക്വയർ ഇറ്റ്സ് സെയിം ആസ് 4 × 5 × 7. ഇതാടാ 5 in 37. 3 പോവില്ല, 37 ഹോപ്പ് യു നോ അത് 7 ടൈംസ് പോവും. ബാലൻസ് 2. 28 5 ടൈംസ് പോയി. ഓക്കെ, യു നോ ബാലൻസ് 3. 30 6 ടൈംസ് പോവും. സോ 7 5 6 13. ഇനി 7 നമുക്ക് 75 പോവും. 75 കറക്റ്റ് പോവില്ല. നമുക്കറിയാം 7 നമുക്ക് 70 പോവും 10 ടൈംസ്, അല്ലെങ്കിൽ 7 1 ടൈംസ്. ആൻഡ് 5 നമുക്ക് എന്താണ് 5 പോവില്ല 80 ടൈംസ്. ആൻഡ് ഗൈസ് എന്ത് 56 നമുക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ്സ് 8 ടൈംസ്. സോ 108 എന്ന് കിട്ടി. 108 നമുക്ക് എന്താണ് മക്കളെ അറിയാം 4 പോവും. 4 in 10 യു നോ ഇറ്റ്സ് 2 ടൈംസ്. ആൻഡ് ബാലൻസ് 2 ഉണ്ട്. 28 ഇറ്റ്സ് 7 ടൈംസ്. സോ 27 കിട്ടി. അതായത് ഗൈസ് 3x എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 27. ഇറ്റ്സ് 27. നമ്മൾ നേരത്തെ തന്നെ ഈ കാണുന്ന 27 നിങ്ങൾ ആലോചിക്കാം, ലെഫ്റ്റിൽ 3ന്റെ പവർ ആയിട്ടാ. എങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റിൽ നമ്മൾ 3ന്റെ പവർ ആക്കി തന്നെ എഴുതണം. അതിന് വേണ്ടി നോക്കൂ 3x. ഹോപ്പ് യു നോ 27 എന്ന് പറഞ്ഞാൽ 3 × 3 × 3 അഥവാ 3 ക്യൂബ് ആണ്. അഥവാ 3 ക്യൂബ്. ജസ്റ്റ് ബൈ കമ്പാരിസൺ, രണ്ടിന്റെയും ബേസ് എല്ലാവർക്കും അറിയാം അത് 3 ആണ്. രണ്ടിന്റെയും ബേസ് സെയിം ആണെങ്കിൽ അതിന്റെ പവറും കൂടി സെയിം ആവണം. which implies x equal to 3. So x 3 ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. എങ്കിൽ ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, ചുമ്മാ മക്കളെ നോക്കട്ടെ. ഞാൻ എന്ത് ഇവിടെ എ എഴുതി. എ എന്ന് പറയുന്നത് 2 സ്ക്വയർ × 3 × 5 സ്ക്വയർ. ബി എഴുതി 2 × 5. സി എഴുതി 2 ക്യൂബ് × 5 × 3 സ്ക്വയർ × 7. ഇവൻ്റെ LCM വേണം. ഞാൻ പറഞ്ഞു LCM കാണുമ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് 3 എണ്ണത്തിലും കോമൺ ആയ ആരെങ്കിലും ഉണ്ടോ. 3 എണ്ണത്തിലും കോമൺ ക്ലാസ് 2 കോമൺ ആണ്, പിന്നെ 5 കോമൺ ആണ്. സോ 3 എണ്ണത്തിലും കോമൺ ആയതിന്റെ ഹയസ്റ്റ് പവർ 2 സ്ക്വയർ 2 ക്യൂബ്, ഹയസ്റ്റ് പവർ ഇസ് 2 ക്യൂബ് × 5 സ്ക്വയർ 5 ഹയസ്റ്റ് പവർ ഇസ് 5 സ്ക്വയർ. ഓക്കെ, അങ്ങനെ 3 എണ്ണത്തിൽ കോമൺ കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? ഇത് നമ്മൾ 2 പേരിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കാം. 2 എണ്ണത്തിൽ കോമൺ ആശാ നോക്കടാ. 2 എണ്ണത്തിൽ കോമൺ ഉണ്ട് 3 3 സ്ക്വയർ. കണ്ടോ, 3 എനിക്ക് 2 പേരിൽ കോമൺ ആ. അങ്ങനെ 2 പേരിൽ കോമൺ ആയിട്ടുള്ളതിന്റെ ഹയസ്റ്റ് പവർ എഴുതുക. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 3 ആണ്. 3 സ്ക്വയർ ഉണ്ട്, ഹയസ്റ്റ് ആരാണ്? അത് 3 സ്ക്വയർ ആണ്. അവൻ എഴുതുക 3 സ്ക്വയർ. അപ്പോൾ ആദ്യം നോക്കി 3 എണ്ണത്തിൽ കോമൺ ആയിട്ടുള്ളത്, 3 എണ്ണത്തിൽ കോമണിന്റെ ഹയസ്റ്റ് പവർ. പിന്നെ 2 പേരിൽ കോമൺ നോക്കി, 2 പേരിൽ കോമൺ ആയതിൽ ഹയസ്റ്റ് പേഴ്സൺ. ആൻഡ് ഫൈനലി ഗൈസ്, കോമൺ അല്ലാത്ത സിംഗിൾ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ കാണുന്ന സിംഗിൾ പേഴ്സണും എഴുതുക × 7. ഇങ്ങനെയാണ് നമുക്ക് ഇവന്റെ LCM വരുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കാണുന്ന ഭാഗം മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾക്ക് മക്കളെ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരുന്നു. ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാ മക്കളും ഒന്ന് ഹോംവർക്ക് അടിച്ച 2020 CBSE ബോർഡ് എക്സാമിന് ചോദിച്ച ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാ മക്കളും എന്താ ചെയ്ത് നോക്കുക. ഏറ്റവും ഗംഭീരമായിട്ട് മുതൽ ഈ കാണുന്ന ഭാഗം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആൻഡ് ദെൻ വൺ മോർ തിങ് മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി NCERT ബുക്ക് മാത്രം ഒന്ന് ചോദ്യമുണ്ടായിരുന്നു. ഒരിക്കലും ഒരു വിഷയത്തിനും NCERT ബുക്ക് മാത്രം പോരാ. NCERT ബുക്കിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഒരു ഗൈഡും കൂടി ഫോളോ ചെയ്യണം. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് വേണ്ടി സൈൻ സമർപ്പിക്കുന്നു. അതാണ് മക്കളെ സൈലത്തിന്റെ ഗൈഡ്സ്. അതിനുവേണ്ടി എല്ലാ മക്കളും ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ സൈലം ഗൈഡ്സ് വാങ്ങുക. ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം മാറ്റാം. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് അസ്തറ ബാച്ചിലൂടെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിലേക്ക് ഫുൾ മാർക്കിൽ നടന്നു നീങ്ങുന്നു. ബൈ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് from Xylem Learning.